നമസ്കാരം. മലയാളികൾ പൊതുവെ മനുഷ്യത്വം ഇല്ലാത്തവരാണെന്ന് ഒരു വിലയിരുത്തൽ ഉണ്ട്. എങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കാനും മലയാളികൾക്ക് അറിയാം. ഇത് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. പ്രളയവും കൊറോണ മഹാമാരിയും ഒക്കെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. എന്ത് കാര്യത്തിലും ഒത്തൊരുമയോടെ നിൽക്കുന്ന മലയാളികളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യൂട്യൂബ് ഷോയ്ക്കിടെ മലയാളികളെ ഒന്ന് കളിയാക്കി, ഒന്ന് കോമഡി പറഞ്ഞ് സ്റ്റാർ ആവാൻ നോക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പോഴും കൊമേഡിയൻ ജസ്പ്രീത് സിംഗിന് എയറിൽ നിന്നും താഴെയിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ജസ്പ്രീത് സിംഗിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒന്നടങ്കം മലയാളികൾ കൂട്ടത്തോടെ കോമഡി ഷോ നടത്തുകയാണ്. ഷോയ്ക്കിടെ അശ്ലീല പരാമർശം നടത്തിയ സംഭവത്തിന് പിന്നാലെ കൊമേഡിയൻ സമീർ റെയ്നയുടെ പരിപാടികളും പൂട്ടിക്കെട്ടി. അമീർ റെയ്നയുടെ ഇന്ത്യ ഗോഡ് ലെഗറ്റ് എന്ന യൂട്യൂബ് പരിപാടിക്കിടെയായിരുന്നു യൂട്യൂബർ രൺവീർ അലാബാദിയയുടെ അശ്ലീല പരാമർശവും ജസ്പ്രീത് സിംഗിന്റെ കേരളത്തിനെതിരെയുള്ള പരിഹാസവും. ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ ജഡ്ജിയായി എത്തിയതായിരുന്നു ജസ്പ്രീത് സിംഗ്. ഷോയിൽ വിധികർത്താക്കളായി അപൂർവ മുഖിജ, രൺവീർ അലാബാദിയ, ആശിഷ് ചഞ്ചാലിയ, സമീർ റെയ്ന എന്നിവരും ഉണ്ടായിരുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ കാണുമോ എന്നായിരുന്നു ഒരു മത്സരാർത്ഥിയോട് രൺവീർ അലാബാദിയയുടെ അശ്ലീലകരമായ ചോദ്യം. ഇത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ കേരളത്തിൽ നിന്ന് മറ്റൊരു മത്സരാർത്ഥി എത്തിയതോടെയാണ് ജസ്പ്രീത് സിംഗ് കേരളത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്നായിരുന്നു പെൺകുട്ടിയോട് ജസ്പ്രീത് ചോദ്യം. തനിക്ക് രാഷ്ട്രീയമില്ലെന്ന് കുട്ടി മറുപടി പറഞ്ഞതോടെ കേരള സാർ 100% സാക്ഷരത എന്ന് പരിഹാസം നിറച്ച് ചിരിച്ചുകൊണ്ട് പറയുകയായിരുന്നു. എക്സിലൂടെ പങ്കുവച്ച ഈ വീഡിയോ നിമിഷങ്ങൾക്കകമാണ് വൈറലായത്. ഇതിന് പിന്നാലെ വീഡിയോയ്ക്കും ഷോയ്ക്കും ജസ്പ്രീതിനും എതിരെ വിമർശന പെരുമഴ തുടങ്ങി. നിരവധി പേരാണ് ജസ്പ്രീതിനെ കളിയാക്കിക്കൊണ്ട് കമന്റുകൾ ചെയ്തത്. വടക്കേ ഇന്ത്യൻസാ, ഞങ്ങൾക്ക് ഉള്ളടക്കമില്ല, അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ഉള്ളടക്കങ്ങൾ റീമേക്ക് ചെയ്യുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ്. സാക്ഷരത കുറഞ്ഞ സംസ്ഥാനത്ത് നിന്നുള്ള ഒരാൾ 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്തെ കളിയാക്കുന്നത് രസകരമാണെന്നായിരുന്നു മറ്റൊരു കമന്റ്. ജസ്പ്രീതിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ പഴയ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ മലയാളികൾ പൊങ്കാലയിടുകയാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി വ്ലോഗർമാരും യൂട്യൂബർമാരും ജസ്പ്രീതിന്റെ പരിഹാസം നിറഞ്ഞ വീഡിയോ എടുത്ത് റോസ്റ്റിംഗും ആരംഭിച്ചിട്ടുണ്ട്. ഷോയുടെ വീഡിയോ പുറത്തു വന്നതോടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വരികയും സമീർ റെയ്നയുടെ ഗുജറാത്തിലെ പരിപാടികളെല്ലാം റദ്ദാക്കുകയും ചെയ്തു. വിവാദ വീഡിയോ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്തതായി സമീർ റെയ്ന അറിയിച്ചു. മുംബൈ പോലീസും മഹാരാഷ്ട്ര പോലീസും അസം പോലീസും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. പരിപാടിയിലെ മറ്റ് എപ്പിസോഡുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.